ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് തോട്ടിൽ കുളിക്കാൻ പോവാണ്. ഈ തോട്ടിൽ താഴെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ പ്രോപ്പർട്ടിയുടെ താഴെ ഒരു തോടുണ്ടെന്ന്. അപ്പോൾ അവിടെ കുളിക്കാൻ പോവാണേ. ബേബിയുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സും സോപ്പും ബേബിക്ക് ഇരിക്കാൻ ചെയറും ഒക്കെ ആയിട്ടാണ് പോണേ. അപ്പം നമുക്ക് പോയാലോ. കണ്ണാ തോട്ടിൽ പോവാം. ബാബായെ കാണാനല്ല പൊന്ന, തോട്ടിലാണ് പോണത്. നല്ല പാമ്പ് വന്നായിരുന്നോ പൊന്ന? നമ്മളെങ്ങോട്ടാ പോണേ? ടേ അല്ല, തോട്ടിലോട്ട്. നമ്മളെങ്ങോട്ടാ പോണേ? തോട്ടിലോട്ടടാ, തേട്ടിലോട്ടല്ല, തോട്ടിലോട്ട്. നമ്മുടെ തോട്ടിലാണെന്നുണ്ടെങ്കിൽ പണ്ട് തൊട്ടേ കേട്ട് പറഞ്ഞൊരു കഥയുണ്ട്. എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞ് വരുന്ന ആൾക്കാരില്ലേ, സ്ത്രീകളുണ്ടല്ലോ, അവർ കാണാൻ അത്യാവശ്യം ഭംഗിയുള്ള മുടിയൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെ കാണുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവർ തോട്ടിലൊന്ന് കുളിക്കുമ്പോഴത്തേക്ക് അവരെ ദേഹത്ത് ബാധ കയറും എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടേ. സൗണ്ട് ഉണ്ടോടി? ഏത് വഴി? അപ്പുറത്തെ വഴിയാ? അപ്പുറത്തും കാട് തന്നെ. നീ തിരിച്ച് നടന്നിട്ട് അതിലേ ഇറങ്ങണോടി. എന്നിട്ട് തോട്ടിനകത്ത് കൂടെ തിരിച്ച് നടക്കുവോ? അല്ലാതെ ഇവനെ കൊണ്ട് അവിടെ ഇരുത്തി നീ വെള്ളത്തിൽ. ഞാൻ ഇറങ്ങിയിട്ട് അവനെ എടുത്തോളാം. പറ്റൂല, നോക്കാം. രാത്രി അവരിങ്ങനെ ബാധ കയറിയിട്ട് പാതിരാത്രി ആകുമ്പോഴത്തേക്കും തോട്ടിലിറങ്ങിപ്പോയി നിൽക്കും. അതേപോലെ തുണി അടിക്കുന്ന സൗണ്ട്. ആരും തോട്ടിൽ കുളിക്കാനില്ലെങ്കിലും നമ്മൾ തുണി കഴുകുമ്പോൾ തുണി കല്ലിലടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നോക്കി പറഞ്ഞേ, കുഴി ഉണ്ടാവേ. അങ്ങനെ ഒത്തിരി കഥകൾ കേട്ടിട്ടുള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് എനിക്ക് തോട്ടിപ്പോൾ നല്ല പേടിയാണ്. ഇപ്പം കച്ചുള്ള ധൈര്യത്തിൽ ഞാനങ്ങ് പോണതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ തോട്. അപ്പം നമ്മൾ തോട്ടിലെത്തി. ബേബി തോട്ടിലെത്തിയപ്പോഴേ വെള്ളം 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 എന്ന് വിളിക്കുന്നുണ്ട്. അവന് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഒത്തിരി സമയം വെള്ളത്തിൽ നിർത്താനും പറ്റത്തില്ല. അതേപോലെ നമ്മുടെ യൂട്യൂബിൽ നമുക്ക് ബേബി നമ്മൾ കുളിപ്പിക്കുമ്പോഴത്തേക്കും ഡ്രസ്സ് ഇട്ട് കുളിപ്പിക്കത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഡ്രസ്സില്ലാത്ത വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല ബേബീസിൻ്റെ. അതുകൊണ്ട് അതെനിക്ക് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനത് ഇടത്തില്ല. ബേബി കുളിക്കുമ്പോഴാണ് വെള്ളത്തിൽ കളിക്കുന്നത്. അത് പക്ഷേ ഇതിനെനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ പ്രോപ്പർട്ടിക്ക് അകത്ത് പറഞ്ഞ തോടിൻ്റെ പോർഷനാണ് കേട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പണ്ട് ഞങ്ങൾ വീടൊക്കെ വയ്ക്കുന്നതിന് മുന്നേ 10-15 വർഷം മുന്നേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒത്തിരി പാറകളുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല ഹൈറ്റിൽ നിന്നാണ് വെള്ളം വന്നിങ്ങനെ വീണുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും കേൾക്കാൻ പറ്റുമായിരുന്നു. ഭയങ്കരമായിട്ട് ഇരച്ചു തുമിച്ചിങ്ങനെ വെള്ളം വന്ന് വീണേ. ആ സൗണ്ട് കാരണം ഈ ഒരു തോടിൻ്റെ ഈ ഒരു പോർഷനെ എരപ്പ് എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണ് വിളിക്കണേ. പിന്നെ ഞങ്ങൾ വീട് വെച്ച സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റി ആ സൗണ്ട് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ പാറകളൊക്കെ ഇടിച്ച് മാറ്റി പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ പാറ വെച്ചിട്ടാണ് സൈഡിൽ കാണുന്ന ആ വരി, ആ ഒരു കൈവരിയല്ല, ആ ഒരു തോടിൻ്റെ സൈഡ് നമ്മൾ കെട്ടിക്കയറിയേക്കണം ആ പാറ വെച്ചിട്ടാണേ. അത് തോടിൻ്റെ സൈഡിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വീഴുന്നതുകൊണ്ട് അമ്മയാണ് കേട്ടോ അത് അത്രയും ദൂരത്തിൽ നമ്മളെ പ്രോപ്പർട്ടി തീരുന്നിടം വരെ അങ്ങനെ കല്ല് വെച്ച് കെട്ടി അടച്ചിട്ടുണ്ടേ. കസേരയിട്ട് തോട്ടിലിരിക്കുന്ന ആദ്യത്തെ ബേബി എൻ്റെ ബേബി ആയിരിക്കും എന്ന് എനിക്ക് തോന്നണു. ബേബി വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. കുളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആദ്യം കുറച്ച് നേരമൊക്കെ വെള്ളത്തിൽ കളിച്ചതിന് ശേഷം നമുക്ക് പതിയെ കുളിക്കാം എന്നാണ് വിചാരിക്കണേ. ഇതാണ് കേട്ടോ എരപ്പ് പറഞ്ഞത്. അവിടെ നിന്ന് ഒത്തിരി ഹൈറ്റിൽ നിന്നാണ് വെള്ളം വീണുകൊണ്ടിരുന്നത്. കല്ലൊക്കെ ഇടിച്ച് കളഞ്ഞപ്പോഴത്തേക്കാണ് വെള്ളം കുറച്ച് താന്നിട്ട് ആ സൗണ്ടൊക്കെ അങ്ങ് മാറിയത്. ആ സൗണ്ടൊക്കെ ഉള്ള സമയത്ത് ആരും ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. പോരായിട്ട് ഈ പ്രേതകഥയൊക്കെ ഇതിൻ്റെ പിന്നെ അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ട് എല്ലാവർക്കും പേടിയായിരുന്നേ.
ഇപ്പം എൻ്റെ ബേബി കുളിച്ച് നല്ല ചുന്ദരി കുട്ടപ്പനായി വന്ന് നിൽക്കണതാണ് കേട്ടോ അത്. ഡാഡായി മോനും ഫസ്റ്റ് കുളിച്ച് കയറി. അവർ രണ്ടുപേരും കുളിച്ച് കയറിയതിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ പോയത്. അല്ലാന്നുണ്ടെങ്കിൽ ബേബി ബഹളം വയ്ക്കും, ബേബിക്കും വെള്ളത്തിലിറങ്ങണം എന്ന് പറഞ്ഞിട്ട് ബഹളമാവും. അതുകൊണ്ട് അവർ രണ്ടുപേരും കുളിച്ചതിന് ശേഷമാണ് ഞാൻ കുളിച്ചത്. ബേബി ഞാൻ നീന്തണത് നോക്കി നോക്കി നിൽക്കുവാണ്. എനിക്ക് നീന്തലൊന്നും അറിയത്തില്ല, പക്ഷേ എന്നാലും വെള്ളത്തിൻ്റെ അടിയിൽ പോയി മുങ്ങി നിവർന്ന് വരും. അതും ഒരു നീന്തലാണല്ലോ. ബേബിക്ക് അപ്പോഴും വെള്ളത്തിൽ ഇറങ്ങണമെന്നും പറഞ്ഞ് ബേബി ഭയങ്കര നിർബന്ധമായിരുന്നു. അരമണിക്കൂറത്തെ നീരാടലിന് ശേഷം ഞാനും കുളിച്ച് കയറി. അപ്പോൾ തലയൊക്കെ തുടച്ച് തിരിച്ച് കയറി പോകാമെന്നുള്ള പരിപാടിയാണ്. ഡാഡായി മോനും കൂടെ തോട്ടിലെ മീനിനെ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു ആകാംക്ഷയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡാഡ വരെയുള്ള മീനിൻ്റെ കഥയും പറഞ്ഞ് മോനെയും കൊണ്ട് പോകാൻ നമ്മൾ ഡ്രസ്സൊക്കെ ഞാൻ വാഷ് ചെയ്ത് അതും എടുത്ത് പിഴിഞ്ഞുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ പോണേ മറ്റേ വഴിയെ ബേബിയും കൊണ്ട് കയറാൻ പറ്റത്തില്ല. അപ്പോൾ തോട്ടിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അമ്മ ചെയ്തേക്കുന്ന ഒരു വഴിയുണ്ട്. ഗേറ്റും കുറച്ച് കല്ലൊക്കെ അടുക്കി വഴിയൊക്കെ സെറ്റ് ചെയ്ത് ഗേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുവഴിയാണ് കേട്ടോ നമ്മൾ ഇറങ്ങി വന്ന വഴി. ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നതെന്ന് അറിയാൻ പറ്റാതെ അപ്പം നമ്മൾ അതുവഴി തന്നെ തിരിച്ച് കയറി പോവാനേ. നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് കയറി പോവാൻ. ഇനി ഞാനിവിടെ വരട്ടെ പിള്ളേരെ, എന്നെയും കൂടെ കൊണ്ടുപോവോ? കമ്പ് പേര് പറയൂല്ല, എക്സിക്യൂട്ടീവ് അല്ല. വീഡിയോ എടുത്ത് പുച്ചിയും കുത്തി വീണെന്ന്. ഉണ്ട് പുറകെ ഉണ്ട്. അപ്പം ഗൈസ് നമ്മൾ വീട്ടിലെത്തി. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, സീ യു.